ഡോക്ടർ ഫസൽ ഗഫൂർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളതേ, ഇതിൽ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ തോൽക്കുമെന്നറിയാവുന്ന ഒരു യുദ്ധത്തിനല്ലേ ഇറങ്ങി പുറപ്പെട്ടത്? എൻ്റെ ഒരു കൺസേൺ നോക്കൂ, നമ്മൾ പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം 14 ദിവസം കഴിഞ്ഞാണ് പാകിസ്ഥാൻ്റെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളിൽ അപ്രതീക്ഷിതമായി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത്. 8ഓളം ഇടങ്ങളിൽ 23 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് പോയി അടിച്ച് തിരിച്ചു വരുന്നു. അതിന് തെളിവുകൾ സഹിതം നമ്മൾ കൊടുക്കുന്നു. പാകിസ്ഥാൻ അംഗീകരിക്കേണ്ടി വരുന്നു. പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽസിന് തന്നെ മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വരുന്നു. ആ ചിത്രങ്ങൾ പുറം ലോകം കാണുന്നു. പാകിസ്ഥാനും ലഷ്കർ ഇ തൊയ്ബയും തമ്മിൽ, ആർമിയും ലഷ്കർ ഇ തൊയ്ബയും തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ളത് ലോകത്തെ തുറന്നു കാട്ടുന്നു. അപ്പോൾ പാകിസ്ഥാൻ മസൂദ് അസറിൻ്റെ കുടുംബത്തെ മാത്രമല്ല, ലഷ്കർ ഇ തൊയ്ബയുടെ സെക്കൻഡ് ലൈൻ കമാൻഡറായ മസൂദ് അസറിൻ്റെ സഹോദരനെ കൂടിയാണ് വധിച്ചിരിക്കുന്നത്. ഇങ്ങനെ 5ഓളം കൊടും ഭീകരരെയാണ്, ഇൻ്റർനാഷണലി ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്ന 5 കൊടും ഭീകരരെയാണ് നമ്മൾ ഈ 9 ഓപ്പറേഷൻസിലും, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ കൊല ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അനൗദ്യോഗിക കണക്ക് പ്രകാരം 80-നും 90-നും ഇടയിൽ ഭീകരരെ നമ്മൾ ഈ 9 സൈറ്റുകളിൽ നടന്ന ഓപ്പറേഷൻസിൽ വധിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഹഫീസ് സെയ്ദിന് നൊന്തു, ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനായിട്ടുള്ള മസൂദ് അസറിന് നൊന്തു. മസൂദ് അസറിന് തൻ്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ നഷ്ടമായി, പെങ്ങളെ നഷ്ടമായി, ബ്രദർ ഇൻ ലോയെ നഷ്ടമാവുന്നു, അനിയനെ നഷ്ടപ്പെടുന്നു, ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡറിനെ നഷ്ടപ്പെടുന്നു. അത് സ്വാഭാവികമായും ഈ 3 സംഘടനകളുടെയും, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, ഈ 3 സംഘടനകളുടെയും ടോപ്പ് ബ്രാഡ് കേഡറിനിടയിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നു. അസീം മുനീറിനെ പോലെയുള്ള ഒരാൾ ഇരിക്കുന്ന സമയത്ത് ഒരു ജിഹാദി ജനറൽ എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന, ഇതിന് ഇൻവേർട്ടഡ് കോമ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ അസീം മുനീറിനെ പോലെ വളരെ ഫണ്ടമെൻ്റലിസ്റ്റായ, റാഡിക്കലായ ഒരു ജനറൽ ഇരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ പാളയത്തിൽ കയറി, കുവൈറ്റ് കാശ്മീരിൽ പോലുമല്ല, പാകിസ്ഥാൻ്റെ ടെറിയിൽ കയറി, മുരീദ്കയിലാണ് പോയി അടിച്ചിരിക്കുന്നത്, ബഹാവൽപൂരിലാണ് പോയി അടിച്ചിരിക്കുന്നത്, അപ്പോൾ മുസാഫറാബാദിലാണ് അടിച്ചിരിക്കുന്നത്. അപ്പം ഈ കേന്ദ്രങ്ങൾ കയറി അടിക്കുമ്പോൾ പാകിസ്ഥാന് പേരിന് വേണ്ടിയെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കണം. അത് പാകിസ്ഥാനിലെ ഈ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ, ഹഫീസ് സെയ്ദിനെ, മസൂദ് അസറിനെ, ലഷ്കർ ഇ തൊയ്ബയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കാട്ടിക്കൂട്ടലാണ് എന്ന് നമുക്ക് സംശയിക്കാമോ? അതല്ലെങ്കിൽ പാകിസ്ഥാൻ എന്താലോചിച്ചിട്ടാണ് ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്? അറബിക്കടലിലേക്ക് നോക്കാനേ കഴിയില്ല. അവിടെ INS വിക്രാന്തും സൂററ്റുമുണ്ട്. എയർഫോഴ്സിനെ നോക്കിയാൽ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. ലാൻഡിലേക്ക് നോക്കിയാൽ സുസജ്ജമായ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ഉണ്ട്. പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് 99-ൽ, 65-ൽ, 71-ലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇത് അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പുകളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഡ്രോൺ വാർഫെയർ ആയിരുന്നു അത്, ലിമിറ്റഡ് വാർഫെയർ ആയിരുന്നു അത്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ അതിന് മറുപടി പറഞ്ഞതിനെക്കാട്ടും മുമ്പ് നമ്മൾ APJ അബ്ദുൽ കലാമിനെ മറക്കരുത്. കാരണം ഇന്ത്യയുടെ ഈ സിസ്റ്റങ്ങളൊക്കെ മനസ്സിലായില്ലേ, ഡെവലപ്പ് ചെയ്യണതിൽ വലിയ പങ്ക് വഹിച്ചിട്ടില്ല. നമ്മുടെ ബ്രഹ്മോസും അഗ്നിയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാനും നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നത് ആ കാലഘട്ടത്തിലാണ്, മനസ്സിലായോ? അപ്പോൾ അതാണല്ലോ ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകളൊന്നും അല്ലെങ്കിൽ കൂടി അതിനടുക്കപ്പറ്റുള്ള ദൂരം, എൻ്റെ ഓർമ്മ ശരിയാണ്, 3000 കിലോമീറ്റർ പോകുന്ന ദൂരത്തിലുള്ള അദ്ദേഹത്തിന് നമ്മൾ ഒട്ടും ഞാൻ ഈ അടുത്ത കന്യാകുമാരിയിൽ പോയിരുന്നു. അദ്ദേഹത്തിന് നമ്മൾ നല്ലോണം സ്മരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഒരു തർക്കമില്ല അതിനെ പറ്റിയിട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ തമിഴ്നാട്ടിലെ സൗത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയിരുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ കാര്യത്തിലോട്ട് വരാം. അതായത് താങ്കൾ പറഞ്ഞ മാതിരി തന്നെ ഇതിനൊരു അവസാനം വരുത്തണം. കാരണം ഇപ്പോൾ ഒസാമ ബിൻ ലാദനെ തന്നെ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് ഇതൊരു ബേസിക്കലി എന്താ പറയുക, ഇതൊരു നമ്മളെന്താ പറയുക, ഒരു ഇല്ലെജിറ്റിമേറ്റ് സ്റ്റേറ്റാണ് പാകിസ്ഥാൻ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഭയക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധമൊക്കെ അങ്ങോട്ട് തുടർന്നു കഴിഞ്ഞാൽ ഒരു ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടൊരു വികാരം വെറുതെ ഡെവലപ്പ് ചെയ്ത് വരും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രശ്നവും ഇന്ത്യ ഒരു ലിമിറ്റഡ് 88 മണിക്കൂർ കൊണ്ട് ആ പ്രശ്നവും സോൾവ് ചെയ്തതിൽ ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ ഈ പ്രോക്സി വാർ, ഡബിൾ പ്രോക്സി, ചൈനീസ് ആംസ് ആൻഡ് ടെററിസ്റ്റ് അറ്റാക്ക്, ഇതിന് തക്കതായിട്ടുള്ളൊരു മറുപടിയാണ് അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ബ്രിഗേഡിയർ നമ്മുടെ മോഹൻപിള്ള പറഞ്ഞ മാതിരി നമ്മൾ ഒരു കാര്യം മറക്കരുത്, അതായത് എല്ലാ ഡിസ്ട്രസ്സിലും ഓൾ വെതർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ റഷ്യയാണ്. ഞാൻ സോവിയറ്റ് യൂണിയൻ അന്നത്തെ പേര് വെച്ച് പറഞ്ഞാണ്. കാരണം 1971 നമ്മുടെ ട്രീറ്റി, അതുകൊണ്ടാണ് നമ്മൾ ബംഗ്ലാദേശ് ഇല്ലാതാക്കിയത്. ഇപ്പം തന്നെ നമുക്ക് ഇതിനിടയിൽ S-400 മിസൈലുകൾ അയക്കുന്നു. മനസ്സിലായില്ല, അവരുടെ സൂക്വായ് വിമാനങ്ങൾ ആണ് ലേറ്റസ്റ്റ് നമ്മുടെ അണ്ടർ ലൈസൻസ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇനിയിപ്പോൾ
ഇപ്പോൾ സൂക്കോയ്, എൻ്റെ ഓർമ്മ ശരിയാണ്, വീണ്ടും പറയുന്നത് സൂക്കോയ് 35, മനസ്സിലായില്ലേ, അവരുടെ അഡ്വാൻസ് അതിന് മുകളിൽ അഡ്വാൻസ് സൂക്കോയ് 50 വരേണ്ടതെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈസൻസിലാണല്ലോ അതൊക്കെ ഉണ്ടാക്കുന്നത്, അല്ല നമ്മൾ വെറുതെ പോയിട്ട് ഫ്രാൻസിൻ്റെയും അല്ലെങ്കിൽ വാങ്ങേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് മിലിറ്ററി എക്സ്പേർട്സ് തീരുമാനിക്കേണ്ടതാണത്. എന്നാൽ കൂടി സൗഹാർദ്ദം, റഷ്യയായിട്ടുള്ള സൗഹാർദ്ദം നമ്മൾ കൂട്ടണം, അല്ലെങ്കിൽ റഷ്യ പോയിട്ട് നേരെ ചൈനയുടെ കൂടെ ചേരുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൂടെ ഒരു സംഭവമാണ്. മാത്രമല്ല ഇതൊരു താക്കീതാണ്. ഇവിടെ തന്നെ ആർക്കെങ്കിലും തീവ്രവാദികളായിട്ടൊക്കെ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ എന്തായിരിക്കും അതിനകത്ത് ആ തീവ്രവാദത്തിൻ്റെ അവസാനം എന്തായിരിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ കൂടിയിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഗവൺമെൻറ്റിനെ മാത്രമല്ല ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള മുൻ ഗവൺമെൻറ്റുകളുണ്ട്. അത് വാജ്പേയി ഗവൺമെൻറ് ആയാലും വേണ്ടില്ല, ഇന്ദിരയുടെ ഗവൺമെൻറ് ആയാലും മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ആയാലും വേണ്ടില്ല, അവരെല്ലാവരും നമ്മൾ അഭിനന്ദിക്കണം. കാരണം ആ കാലഘട്ടം തൊട്ടിട്ടേ നമ്മൾ ഈ ഒരുക്കങ്ങൾ തുടങ്ങിയതാണ്. ഈ ഒരുക്കങ്ങൾ ഇന്നോ ഇന്നലെയായിട്ട് നമ്മൾ തുടങ്ങിയതല്ല, നമ്മൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മൾ ഭയങ്കരമായിട്ട് ഫോർട്ടിഫൈ ചെയ്തു. നമ്മൾ പറയാറുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ മാതിരി ഫോർട്രസ് USA എന്ന് പറഞ്ഞ മാതിരി ഫോർട്രസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു, ഈവൻ ഒരളവോളം ഹരിയാനയിലെ അംബാലയൊക്കെ തന്നെ അതിനൊക്കെ അംബാല എയർപോർട്ടൊക്കെ അതൊക്കെ അതിലൊക്കെ പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ലൈൻ എയർപോർട്ടുകളെല്ലാം നമ്മുടെ എയറോഡ്രോമുകൾ, മറ്റ് വ്യോമസേനയുടെ എയറോഡ്രോമുകൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ ക്യാപിറ്റലിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്, മ്യൂച്വലി അതായത് 32 കിലോമീറ്ററാണ് ഉള്ളൂ അമൃത്സറും നമ്മുടെ ലാഹോറും കൂടെ തമ്മിലുള്ള വ്യത്യാസം കിടക്കുന്നത്, ബോർഡർ ഓഫ് ലൈൻ രണ്ടും കൂടെ തമ്മിൽ 32-26 അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് 1965 നമ്മൾ ലാഹോറിനടുത്ത് എത്തിയതാണ്. അപ്പോൾ ലാഹോറിനടുത്തെത്തുക നമ്മളെത്തിയാൽ അവർ അമൃത്സറിൻ്റെ അടുത്തെത്തിയാൽ അമൃത്സറിലോട്ട് വല്ല മിസൈലുകളൊക്കെ വന്ന് വീഴാൻ ഭീകരമായിരിക്കുന്നു. കാരണം നമ്മുടെ എല്ലാ സിറ്റീസും ഹൈലി പോപ്പുലേറ്റഡ് ആണ്. നമ്മുടെ ഏറ്റവും വലിയ നേരത്തെ മാതിരി നമ്മുടെ സോഡാമായിട്ടുള്ള സിഖ് സമുദായം കിടക്കുന്നു. ഇപ്പുറത്തെ വശത്ത് രാജസ്ഥാനിൽ നമ്മുടെ രാജ്പൂട്ട് റെജിമെൻറ്റുകൾ കിടക്കുന്നു. അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റി, അവിടെ ഒന്നും ഒരു നഷ്ടം പറ്റിയിട്ടില്ല എന്നുള്ള നിലക്ക് ഞാനിത് വൺ ഓഫ് ദ ഗ്രേറ്റ് വിക്ടറീസ് ഓഫ് ഇന്ത്യ ആയിട്ട് കണക്കാക്കുന്നു. ഈ പറഞ്ഞ മാതിരി അങ്ങനെ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. വെസ്റ്റേൺ മീഡിയയിൽ എന്ത് റിപ്പോർട്ട് ചെയ്താലും വേണ്ടില്ല, ആ റിപ്പോർട്ടൊന്നും അവർ കൊടുത്തിട്ടുള്ളതൊന്നും ഓതൻറ്റിക് അല്ല. കാരണം നമ്മളതെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, പാകിസ്ഥാൻ ഇനി വലിയൊരു അടി പറ്റാൻ പോകുന്നത് കൊണ്ട് എന്നറിയോ, 1965 അയൂബ് ഖാൻ ഔട്ടായി, 1971 യഹിയ ഖാൻ ഔട്ടായി, സുൽഫിക്കർ അലി ഭൂട്ടോ ഔട്ടായി. അപ്പോൾ ഇതിൽ നമുക്ക് വിചാരിക്കണ മാതിരില്ല, അവരുടെ മിലിറ്ററിയുടെ തന്നെ ഉള്ളിൽ കൂടെ വേറെ വല്ല ആംഗിളും ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെ നിലവിൽ അസീം മാലിക്കും ഒപ്പം തന്നെ അസീം മുനീറിനും സംബന്ധിച്ച് അവിടെ വലിയ ആശങ്കകളുണ്ട്. അസീം മുനീർ രാത്രിയിൽ നടത്തിയ ഇന്ത്യൻ ഓപ്പറേഷൻസ് എല്ലാം ദയനീയമായി പരാജയപ്പെട്ടു. അതിനെ തുടർന്ന് പാകിസ്ഥാന്റെ സൈന്യത്തിനുള്ളിൽ തന്നെ ഒരു പടപ്പുറപ്പാട് ഈ അസീം മുനീറിനെതിരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അസീം മുനീറിന്റെ ദീർഘവീക്ഷണമില്ലായ്മയും ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതുമാണ് വിനയായത് എന്ന് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ വിമർശനം ഉയർന്നു. പാർലമെന്റിൽ തന്നെ ഷഹദാദ് ഷെരീഫിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ചില റിമാർക്കുകൾ പാകിസ്ഥാന്റെ MP-മാരുടെ ഭാഗത്തു നിന്നുണ്ടായി. തെഹ്രീക്കെ ഇൻസാഫിലെ പ്രവർത്തകർ തെരുവിലാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു ഭാഗത്ത് സൈന്യവുമായി പോരാട്ടത്തിലാണ്. അപ്പോൾ ഇനി ഈ അസീം മുനീറിന്റെ ഭാവി എന്തെന്ന് കണ്ടറിയണം, അല്ലേ ഡോക്ടർ ഫസൽ ഗഫൂർ? അതല്ല ഞാൻ പറഞ്ഞത്, ഓരോ യുദ്ധത്തിലും ഇവരുടെ ഓരോ നേതാക്കന്മാർ തെറിച്ചു പോകും. അതായത് ഇവരെ ജനറൽസിൻ്റെ എല്ലാം ചരിത്രം അതാണ്. നമ്മൾ വിട്ടുപോയല്ലോ, ഇവരെ ഏറ്റവും വലിയ ഇസ്ലാമിസ്റ്റ് ജനറലായിട്ടുള്ള സിയാഉൽ ഹക്ക് ബോംബ് സ്ഫോടനത്തിൽ ഒരു ഹെലികോപ്റ്ററിലോ അങ്ങനെ ആണെന്ന് തോന്നുന്നു ബോംബ് സ്ഫോടനത്തിൽ മരിച്ചില്ലേ. അപ്പോൾ ആ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നാണ് അതിനെ പറയുന്നത്. ഒരു മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ജനാധിപത്യം ഇല്ലാത്തൊരു കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ കൂടെ തീർച്ചയായിട്ടും മറ്റുള്ള ഉദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ശ്രീ മോഹൻ ബിർള വിരലി കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ എന്തോന്ന് പറയണം, അത് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു നിർത്തുകയാണ്.